ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിസാസ് വ്ലോഗ്. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ബ്രേസസ് ജേണി, അതായത് എനിക്ക് ബ്രേസസ് ഇട്ടപ്പോൾ ഉണ്ടായ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് മുന്നിലൊന്ന് പറയാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവും, എന്താണ് ഇത്രയും സമയം വൈകിയത് എന്നൊക്കെ. ഇപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഞാൻ 2 പ്രാവശ്യം പല്ലിന് ബ്രേസസ് ഇടാൻ വേണ്ടിയിട്ട് പോയിട്ട് മുടങ്ങി പോകുന്നതാണ്. അപ്പോൾ എന്താണ് കാരണം എന്നൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞു തരാം. അപ്പോൾ ഞാൻ കൊണ്ടോട്ടി ഒരു ക്ലിനിക്കിലായിരുന്നു കാണിച്ചിരുന്നത്. അപ്പം ക്ലിനിക്കിൻ്റെ പേര് പ്രശാന്തി എന്നാണ്. ഡോക്ടറുടെ പേര് അൻസല എന്നാണ്. നല്ല അടിപൊളി ഡോക്ടറാണ് കേട്ടോ. അധികം ആളുകൾക്കും നല്ല ഇഷ്ടപ്പെട്ട പണ്ട് മുതലേ ഉള്ള ഒരു ഡോക്ടറാണ്. അപ്പം ഡോക്ടർ അവിടെ എത്തിയപ്പോൾ എന്നോട് ചോദിച്ചു, നീ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ 9th കഴിഞ്ഞിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഡോക്ടർ പറഞ്ഞു, എന്നാൽ അപ്പം ഇനി നമുക്ക് അടുത്ത വർഷം ഇട്ടാൽ പോലെ, ഇനിയിപ്പോൾ 10th അപ്പം നമ്മൾ പല്ലിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ക്ലാസ്സൊക്കെ കട്ട് ചെയ്യേണ്ടി വരും. അതൊക്കെ നമ്മളെ പഠിപ്പിനെ ബാധിക്കും. അപ്പം 10th കഴിഞ്ഞിട്ട് ഇടുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ ഉമ്മയായിരുന്നു എൻ്റെ കൂടെ വന്നിരുന്നത്. അപ്പോൾ ഉമ്മയും ഒക്കെ പറഞ്ഞു, എന്നാൽ നമുക്ക് അങ്ങനെ ആക്കാം, അല്ലെങ്കിൽ പഠിപ്പിനെയൊക്കെ അത് ബാധിച്ചാൽ റിസ്ക് ആയിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ നമ്മൾ 10th കഴിഞ്ഞ് ഇതിന് പോയില്ല. സത്യം പറയുകയാണെങ്കിൽ വീട്ടുകാർക്കൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഓൽക്കൊന്നും വലിയ താല്പര്യമില്ല. അപ്പോൾ പിന്നെ ഞാനും എൻ്റെ ശ്രദ്ധയിൽ നിന്ന് വിട്ടുപോയി 10th കഴിഞ്ഞ്. അങ്ങനെ പിന്നെ +1 കഴിഞ്ഞ് +2 കഴിഞ്ഞാരെയാണ് ഇങ്ങനെ ഒരു ഇത് വന്നത്. അപ്പം അങ്ങനെ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് പോയി ഡോക്ടറെ കണ്ടു. അപ്പോൾ ഡോക്ടർ തരം പല്ലൊക്കെ പറിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ചോദിച്ചു, അപ്പോൾ എന്നാണ് പല്ല് പറിക്കാൻ 2 പല്ല് പറിക്കണം എന്ന് പറഞ്ഞു. 2 സൈഡിൽ നിന്നും അടിയിലും ഇടണം എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ 2 പല്ല് പറിക്കണം പറഞ്ഞു. അപ്പം എന്നാ വരണ്ടേന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് സൗകര്യമുള്ള എന്ന് വേണമെങ്കിലും വരാം, അപ്പോൾ ഇന്ന് വേണമെങ്കിൽ ഇന്നും പറിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ വീട്ടിൽ പോയാൽ എങ്ങനെയെങ്കിലും മുടങ്ങുമെന്ന് എനിക്കറിയാം. അപ്പം ഞാൻ ഡോക്ടറോട് പെട്ടെന്ന് പറഞ്ഞു, എന്നാൽ നമുക്ക് ഇന്ന് തന്നെ പറിക്കാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഡോക്ടർ സൂചി വെച്ചു. അപ്പോൾ തരിപ്പിക്കാൻ വേണ്ടിയിട്ട് സൂചി വെച്ചു. അങ്ങനെ സൂചി വെച്ച് പുറത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഉമ്മച്ചി പറഞ്ഞു, നമ്മൾ ഉപ്പനോട് ചോദിച്ചില്ലല്ലോ, ഉപ്പനോട് സമ്മതം ചോദിക്കാതെ ഒന്നും ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞു. അന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞ അടിയിൽ ഇടണ്ടെന്ന് കേട്ടോ. അപ്പം ഉപ്പനോട് ചോദിച്ചിട്ട് ചെയ്താൽ പോരെ പറഞ്ഞു. അപ്പോൾ എനിക്കും തോന്നി, ഇപ്പനോട് ചോദിക്കാതെ ചെയ്തപ്പോൾ എന്തായാലും എന്നോട് ചോദിച്ചില്ലാന്ന് ആരാരും പറയുമല്ലോ, എന്നോട് സമ്മതം ചോദിക്കാതെ ചെയ്തു തരണം. അങ്ങനെ അത് ധരിപ്പിച്ച് ഞങ്ങൾ അങ്ങനെ തന്നെ വീട്ടിലേക്ക് പോയി. അപ്പം ഉപ്പനോട് ചോദിച്ചപ്പം പിന്നെ ഇപ്പം സമ്മതമൊക്കെ തന്നി, പക്ഷേ പിന്നെ വീണ്ടും അതിന് പോയില്ല. അതാണ് കാരണം, ഓരോരോ കാരണങ്ങളാൽ സമയം വൈകി പോയില്ല. പിന്നെ മാരേജ് കഴിഞ്ഞ് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇങ്ങനെ പല്ല് ക്ലിപ്പിട്ട് തരണമെന്ന് പറഞ്ഞു. അപ്പം ഓക്കെ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയി ഡോക്ടറോട് ചോദിച്ചു. അപ്പോൾ ഡോക്ടറിന് അടിയിലും മേലെ ഇടണം എന്ന് പറഞ്ഞ്, കാരണം മേലത്തെ പല്ല് താഴ്ന്നു വരുമ്പോൾ അടിയിലത്തെ പല്ലുമേൽ തട്ടും, അപ്പോൾ അടിയിൽ ഇടൽ നിർബന്ധമാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പല്ല് പറിക്കാനായിട്ട് വരേണ്ടിയെന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ അന്നും പറഞ്ഞ കാര്യം ഹസ്ബൻഡിന് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, ക്ലിപ്പിട്ടാൽ മുഖം ഒട്ടും, അപ്പം മുഖത്തിൻ്റെ ഭംഗിയൊക്കെ പോകുമെന്നൊക്കെ പറഞ്ഞ് പിന്നെ എന്നെ ക്ലിപ്പിടാനൊന്നും കൊണ്ടുപോയില്ല. അങ്ങനെ പിന്നെ 2-3 വർഷം അങ്ങനെ പോയി. ഇപ്പോൾ ഞാൻ ഇനി എന്തായാലും വിടാൻ പറ്റൂല, എങ്ങനെ ആയാലും എനിക്ക് ക്ലിപ്പിടണം എന്ന് പറഞ്ഞിട്ട് വീണ്ടും കൊണ്ടുപോയി. അപ്പം ഹസ്ബൻഡ് ഒരു 2 മാസത്തിന് വേണ്ടി പുറത്ത് പോയി ആ സമയത്താണ്. അപ്പം ആ ഒരു സമയത്ത് പോയി ഞാൻ പെട്ടെന്ന് തന്നെ അന്ന് തന്നെ പോയി ഡോക്ടർ പല്ല് പറിക്കണം എന്ന് പറഞ്ഞു. ഇനി വീട്ടിലെത്തിയാൽ ഇതുപോലെ എന്തെങ്കിലും ഒരു കാരണത്താലും മുടങ്ങുമെന്ന് എനിക്കറിയാം. അപ്പം ഞാൻ അന്ന് തന്നെ പല്ല് പറിക്കാൻ പറഞ്ഞ്. അപ്പം അന്ന് ആദ്യത്തെ ദിവസം ഒരു ഭാഗത്തുള്ള പല്ല് പറിച്ചു. അങ്ങനെ ആദ്യത്തെ ദിവസം ഒരു ഭാഗത്തുള്ള പല്ല് പറിച്ചു. നെക്സ്റ്റ് വീക്കിൽ വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ നെക്സ്റ്റ് വീക്കിൽ പോയി മറ്റേ ഭാഗത്തുള്ള പറിച്ചു. അപ്പം ഡോക്ടർ പറഞ്ഞു, അടിയിൽ നിന്ന് ഒരു പല്ല് പറിക്കേണ്ടി വരും. അപ്പോൾ പറഞ്ഞു, അടിയിൽ പ്രശ്നമൊന്നുമില്ലല്ലോ, അവിടെ ക്ലിപ്പിടണമെന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ ആദ്യം പറഞ്ഞ പോലെ തന്നെ പറഞ്ഞു, അടിയിൽ ക്ലിപ്പിടാഞ്ഞാൽ മേലത്തത് നമ്മൾ താഴ്ത്തി കൊണ്ടുവരുമ്പോൾ അടിയത്തെ പല്ലുമ്പോൾ തട്ടുക, അപ്പോൾ അത് പ്രശ്നമാവും. അപ്പം അടിയത്തെ പല്ല് എന്തായാലും ക്ലിപ്പിടും വേണം, ഒരു പല്ല് പറിക്കും വേണമെന്നാണ് പറഞ്ഞത്. ചിലപ്പം ക്ലിപ്പിട്ട് കഴിഞ്ഞാൽ മറ്റേ ഭാഗത്തുനിന്നുകൂടി ഒന്നുകൂടി പറിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ പിറ്റത്തെ ആഴ്ച പോയി 2 പല്ലാണ് കേട്ടോ. 2ാമത്തെ ആഴ്ച പറിച്ചത് അടിയിൽ നിന്നും മേലിൽ നിന്നും ഓരോന്ന് പറിച്ചു. പല്ല് പറിച്ചപ്പോൾ ഒന്നും വലിയ പ്രശ്നം ഉണ്ടായില്ല. കുറച്ചധികം 2 പല്ല് പറിച്ചെന്ന് കുറച്ചധികം ബ്ലീഡിങ്ങിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എന്നുള്ളൂ. മേലെ അടിയിലും ഒട്ടിച്ചു. പിന്നെ പല്ലിൻ്റെ 2 മേലെ അടിയിലും ഓരോ പല്ലിൻ്റെ അപ്പുറത്തായിട്ട് ഒരു സെപ്പറേറ്റർ വെച്ചു. അതൊരു മെറ്റലിൻ്റെ ഒരു ഇതാണ്, ഒരു റബ്ബർ ബാൻഡ് പോലത്തെ ഒരു സാധനം.
അത് വെച്ചപ്പോഴാണ് എനിക്ക് കുറച്ച് വെച്ചപ്പോൾ ഒന്നും പ്രശ്നം ഉണ്ടായില്ല. പിന്നെ വീട്ടിലെത്തി ഫുഡൊക്കെ കഴിക്കൽ തുടങ്ങിയപ്പോൾ ഫുഡൊന്നും കടിക്കാനും ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ സോഫ്റ്റ് ആയിട്ടുള്ള ഫുഡ് മാത്രമാണ് അന്ന് കഴിച്ചത്. അത് വെച്ചപ്പോൾ മാത്രമാണ് എനിക്ക് കുറച്ചൊരു പ്രശ്നമായി തോന്നിയത്. അപ്പോൾ സെപ്പറേറ്റ് ഈ മുത്ത് ഒട്ടിച്ചതിന് ശേഷം പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് എന്നോട് ഹോസ്പിറ്റലിലേക്ക് വരാൻ പറഞ്ഞത്, കമ്പി ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരാഴ്ച മുഴുവന് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സത്യം പറയുകയാണെങ്കിൽ ഫുഡൊന്നും കടിക്കാനും ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. എന്തോ ഒരു കല്ലിറക്കി വെച്ച ഫീലായിരുന്നു. നല്ല പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ പിന്നെ നെക്സ്റ്റ് വീക്ക് കമ്പി ഇടാൻ പോയി. പക്ഷേ അധികം ആളുകൾക്ക് ഈ മുത്തൊക്കെ ചുണ്ടിലൊക്കെ തട്ടിയിട്ട് നല്ല മുറിവും കാര്യങ്ങളൊക്കെ പറ്റാറുണ്ട്. എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അടുത്ത ആഴ്ച ഞാൻ പോയി പല്ലിന് കമ്പിയിട്ടപ്പോഴും അധികം വേദന ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ പല്ലിൻ്റെ ഈ അറ്റത്ത് ആയിട്ട് ഓരോ റിങ് ഇറക്കി വെക്കും. ആദ്യം ആ റിങ്ങുമ്മലാണ് ഈ കമ്പി ഈ മുത്തുകളായിട്ട് ഒക്കെ ജോയിൻ്റ് ആക്കുന്നത്. അപ്പം ആ ഒരു റിങ് ഇറക്കിയ സമയത്ത് ചെറിയൊരു പെയിന്, അത് ഒരു പെയിന് എന്ന് പറയാൻ മാത്രമൊന്നുമില്ല. അങ്ങനെ പിന്നെ പല്ലിന് കമ്പിയിട്ട് കഴിഞ്ഞ് അപ്പം ഒരു നല്ലൊരു കമ്പിയിട്ട് കഴിഞ്ഞപ്പോൾ ഒന്നുകൂടി ഒന്ന് കംഫർട്ട് തോന്നി. കാരണം മറ്റേ ഈ മുത്തുകളൊക്കെ ഇങ്ങനെ ചുണ്ടിൽ വരച്ചിരുന്നപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സംസാരിക്കാനൊക്കെ. അപ്പോൾ ഈ കമ്പിയിട്ടപ്പോൾ ആ ഒരു കമ്പിയിട്ട ഫീലിംഗ് മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ നല്ല ഒരു കംഫർട്ടായിട്ട് തോന്നി. മറ്റേ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അതിന് ശേഷം വീട്ടിൽ ഡോക്ടർ അധികം ആളുകളോടും പറയും നല്ല കട്ടിയുള്ള ഫുഡ് അങ്ങനത്തെ ഒന്നും കഴിക്കരുത്. ഡോക്ടർ എന്നോട് പറഞ്ഞത് ചിക്കനും അങ്ങനത്തെ ഒക്കെ കഴിക്കുക, പക്ഷേ ചെറിയ പീസാക്കിയിട്ട് വായിലേക്ക് ഇട്ട് കൊടുക്കണം, അങ്ങനെയാണ് പറഞ്ഞത്. പിന്നെ കട്ടിയുള്ള നല്ല പലഹാരങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, സ്നാക്സ്, അങ്ങനത്തെ ഒന്നും പല്ലുകൊണ്ട് അമർത്തി കടിക്കരുത് എന്ന് പറഞ്ഞിരുന്നു. അല്ലാത്ത എല്ലാ ഫുഡും കഴിക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ എനിക്ക് വീട്ടിലെത്തി അന്ന് തന്നെ എല്ലാ ഫുഡും കഴിക്കാനൊക്കെ കഴിയുന്നുണ്ട്. അങ്ങനത്തെ ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ക്ലിപ്പിട്ടതിന് ശേഷം ഉണ്ടായിരുന്നാൽ ക്ലിപ്പിട്ട് ഒന്ന് മുറുക്കിയപ്പം ഒരു പല്ലൊക്കെ ഒന്ന് മുറുക്കിയ പോലെ തോന്നി. അതായത് മേലത്തെ പല്ല് അടിയത്തെ പല്ലുമേൽ മുന്നിൽ മുത്തൊട്ടിച്ച ആ പല്ല് മാത്രം അടിയത്തെ പല്ലുമേലൊക്കെ തട്ടുമ്പോൾ ഈ സൈഡത്തെ പല്ലൊക്കെ കുറച്ചൊന്ന് വേദന ഉള്ളതായി തോന്നിയിരുന്നു. ഇപ്പോൾ ഒരാഴ്ചയായി ഞാൻ ഈ കമ്പി ഇട്ടിട്ട്. അപ്പം ഇപ്പോൾ എനിക്കൊരു പ്രശ്നം തോന്നുന്നില്ല. പല്ലൊക്കെ ഒന്ന് അയഞ്ഞ പോലെയൊക്കെ തോന്നുന്നത്. ഇനി അടുത്ത മാസമാണ് എന്നോട് പല്ലിൻ്റെ ഇത് മുറുക്കാൻ വേണ്ടിയിട്ട് വരാൻ പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പല്ലിന് ബ്രേസസ് ഇട്ടപ്പോൾ എനിക്കുണ്ടായ എക്സ്പീരിയൻസ്. അപ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. സെപ്പറേറ്റർ ഇട്ട സമയത്ത് കുറച്ച് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അല്ലാത്ത പ്രശ്നമൊന്നുമില്ല. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബൈ.